ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ റിയാക്റ്റിൻ്റെ സ്റ്റൈലിംഗ് ആണ് നോക്കുന്നത്. റിയാക്റ്റിൽ എങ്ങനെ നമ്മൾ കമ്പോണൻറ്റ്സ് സ്റ്റൈൽ ചെയ്യാമെന്ന്. കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ക്ലാസ് നെയിം വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. app.cssനകത്ത് നമ്മൾ ഒരു സ്റ്റൈൽ ഇട്ടിട്ടുണ്ട്, ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്ന് പറഞ്ഞ് നമ്മളുടെ ഫോണ്ടിനെ സെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്കിപ്പോൾ എത്ര സ്റ്റൈൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ അക്വ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഹൈറ്റും കൂടെ ഇൻക്രീസ് ചെയ്യാം. ഹൈറ്റ് ഒരു 500 പിക്സൽ കൊടുക്കാം. ഓക്കെ, പക്ഷേ ഇതൊരു കോമൺ അപ്രോച്ചാണ്. നമ്മൾ CSS ഫയലിനകത്ത് സ്റ്റൈൽ ചെയ്യാന്നുള്ളത് കോമൺ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. പക്ഷേ നമ്മൾ റിയാക്റ്റിൽ ഇടയ്ക്ക് ഇൻലൈൻ സ്റ്റൈലിങ് പൊതുവെ കാണാറുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ സ്റ്റൈൽ എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം കേളി ബ്രേസിനകത്ത് നമുക്കൊരു ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നത്. അതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് അലൈൻ സെൻറ്ററും കൂടെ നേരത്തെ പോലെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് കളർ മാറ്റാം. അതിനായിട്ട് കളർ റെഡ് കൊടുക്കാം. നമ്മളൊരു ടെസ്റ്റിംഗ് പർപ്പസ് അല്ലേ. ഓക്കെ, പ്രോപ്പറായിട്ട് വർക്കാവുന്നുണ്ട്. ഇനി നമ്മളുടെ ഹെഡറിനും കൂടെ നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്യാം. ഈ സ്റ്റൈൽ എന്ന് എഴുതിയിട്ട് ഫോണ്ട് സൈസ് മാത്രം നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഫോണ്ട് സൈസ് ഒരു 112 എന്ന് കൊടുക്കാം. എന്ന് നോക്കി നോക്കാം. കുറച്ചധികമാണ്, നമ്മൾക്കൊരു 52 മതിയാവും. ഓക്കെ, ഇനി ഇവിടെ പാഡിങ് ആഡ് ചെയ്യാം. നമ്മളുടെ ഡിവ് ടാഗിനകത്ത് 52 പിക്സൽ. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും പാഡിങ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കോഡിൽ എത്ര ലൈൻസ് ഇപ്പോൾ ആഡ് ആയല്ലേ. ഇതിനായിട്ട് നമുക്ക് ഈ സ്റ്റൈൽ നമുക്ക് സെപ്പറേറ്റ് ഒബ്ജക്റ്റായിട്ട് എഴുതാം. ഒരു കോൺസ്റ്റ് ഡിവ് സ്റ്റൈൽസ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ ഒബ്ജക്റ്റിനെ പാസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കോഡ് കുറച്ചും കൂടെ നീറ്റായിരിക്കും. ഈ ഒബ്ജക്റ്റിനെ അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ JSXനകത്ത് നിന്ന് അത് റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് ഈ കോൺസ്റ്റൻറ്റ് വേരിയബിളിനെ അങ്ങോട്ട് പാസ് ചെയ്താൽ മതി. ആ ഡിവ് സ്റ്റൈൽസിനെ നമുക്ക് സ്റ്റൈൽസിനകത്തോട്ട് പാസ് ചെയ്യാം. ഓക്കെ, പ്രോപ്പറായിട്ട് അത് വർക്കാവുന്നുണ്ട്. നമുക്ക് ഈ ഹെഡറിൻ്റെ ഈ സ്റ്റൈൽ റിമൂവ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ സ്റ്റൈൽസിനെ നമുക്കൊരു സെപ്പറേറ്റ് ഫയലിലേക്ക് മാറ്റി നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്, സ്റ്റൈൽസ് എന്ന് പറഞ്ഞ്. അതിനകത്ത് styles.js എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിവ് സ്റ്റൈൽസിനെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ആ styles.jsനകത്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട്. ഇനി നമുക്ക് ഒരു സിംഗിൾ ലൈനിൽ ആ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് കോൾ ചെയ്യാം. ഇമ്പോർട്ട് ഡിവ് സ്റ്റൈൽസ്. ഓട്ടോ ഇമ്പോർട്ട് കാണിക്കുന്നുണ്ട്, ഇമ്പോർട്ട് ആയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഒരു സിംഗിൾ ലൈനിൽ നമുക്ക് ആ കംപ്ലീറ്റ് സ്റ്റൈൽ കിട്ടിയല്ലേ. ഇനി ഇൻ കേസ് നിങ്ങൾ ഇൻലൈൻ സ്റ്റൈലിങ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്ത് വെക്കുക. നമ്മളുടെ കമ്പോണൻറ്റ് ക്ലീൻ ആയിരിക്കും, കാണാൻ നല്ല രസമായിരിക്കും. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് മെറ്റീരിയൽ UI എന്താണെന്ന് നോക്കാം. നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഇത് ബൂട്ട് സ്ട്രാപ്പിനേക്കാളും ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇനി ആപ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ബൂട്ട് സ്ട്രാപ്പ് ആണെങ്കിൽ അത് യൂസ് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.